നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ന് അധ്യാപക ദിനമാണ്. മുൻ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമായിട്ടാണ് അധ്യാപക ദിനം ആഘോഷിക്കുന്നു. എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും ആശംസകൾ. മറ്റൊന്ന്, ഗൗരി ലങ്കേഷ് രക്തസാക്ഷിയായ ദിനമാണ്. അവരെന്തിനു വേണ്ടി നിലകൊണ്ടോ അതിനുവേണ്ടി നമ്മളും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും അവരെ ആത്മാവിന് നിത്യശാന്തി തന്നുകൊണ്ടും തുടങ്ങാം. മറ്റൊന്ന്, ഇന്നലെ അന്തരിച്ച സിനിമാ നടൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഇത് VP രാമചന്ദ്രൻ, കണ്ണൂർ. അവസാനമായി TP ഹസൻ എന്ന കോൺഗ്രസ്സുകാരൻ്റെ ചരമവാർഷികം 7ാം വാർഷികമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യശാന്തി നേർന്നു. അദ്ദേഹത്തെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസ. ബഹുമാന്യരെ, ഈ പൈസ കൈകാര്യം ചെയ്യുമ്പോഴേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടി. ഒന്ന്, 10 ലക്ഷം രൂപയുമായി സൗദി അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ വേണ്ടി ഓൺ ദ വേയിൽ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ചരക്ക്, തുണിക്കച്ചാണ് പുള്ളിക്ക്, തുണിക്കടയുണ്ട് നാട്ടിൽ. ചരക്കെടുക്കാൻ വേണ്ടി എയർപോർട്ടിൽ ഇറങ്ങുകയും ടാക്സി വിളിച്ച് രാത്രി പോവുകയും ടാക്സിയിൽ ഡ്രൈവറും എല്ലാം ഗുണ്ടകൾ കൊത്ത് അയാളെ തല്ലിക്കൊന്ന് പൈസ കൊണ്ടുപോയി. പിന്നെ CC ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് സംഗതി പിടിച്ച അയാളെ, ഒരു ടാക്സി ഡ്രൈവർ ഒരു കൊലപ്പുള്ളി പിടിച്ചു. ജീവൻ പോയില്ലേ. അതുപോലെ നമ്മളിപ്പോൾ അൻവർ പറയുന്ന മാത്രമല്ല മറ്റും അറിയുന്ന മാമി കേസ് കാണാതിരിക്കുന്നത് 1 വർഷമാകുന്നു. അദ്ദേഹം റിയൽ എസ്റ്റേറ്റാണ്, ഗൾഫിലൊക്കെ ആയിരുന്നു, പണം കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് പണം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഒറ്റയ്ക്ക് അസമയത്തൊന്നും പോകരുത്. നിങ്ങളുടെ കൂടെ ശക്തരായ 1-2 പേരോട് കൂടുതൽ പണമൊക്കെ വേണം. വീട്ടുകാരെ അറിയിക്കണം. എല്ലാ ചലനങ്ങളും അപ്പം വീട്ടിൽ അറിയിച്ചിരിക്കണം. അല്ല ഞാൻ പോയിട്ട് വരാമെന്നുകൊണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് 10 മണിയായപ്പോൾ ഊണ് കഴിഞ്ഞ് ഒരു വാപ്പായും മോനും പട്ടിണിയും താഴ്ത്തി കഴിഞ്ഞാണ്. അവസാനം റിയൽ എസ്റ്റേറ്റ് അടുത്ത് കുറച്ച് കാശുണ്ടാക്കി വീടൊക്കെ വെച്ച് കാറൊക്കെ വാങ്ങിച്ച് ഗേറ്റ് പൂട്ടി. ഈ കള്ളൻ ഞാൻ അവനൊക്കെ പറഞ്ഞത് അത് വെടിവെക്കാട്ടേക്ക് ഏതോ വീട്ടിൽ പോയി. എവിടെ പോയി എന്ന് പറയില്ല. വാപ്പാക്ക് നെഞ്ചോര് തുടങ്ങി. കാർ എടുക്കാൻ പറ്റില്ല, ഗേറ്റ് തുറക്കാൻ പറ്റില്ല, പൂട്ടി പോയല്ലേ, പണി പൊത്തു കഴിഞ്ഞില്ലേ. അവസാനം ഇയാൾ എവിടെ നിന്ന് അറിയില്ല. ഇയാൾ വന്നപ്പോഴേക്കും വാപ്പ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാ വരുന്നു എന്ന് നമ്മൾ പോയാൽ പോലും വീട്ടിൽ പറഞ്ഞിരിക്കണം. അപ്പോൾ ഞാനൊക്കെ എൻ്റെ മക്കളെ എവിടെ പോയാലും നമ്മളവിടെ എത്തുകയില്ലെന്ന് വിളിച്ചു ചോദിക്കുന്നത് മനുഷ്യാവസ്ഥയല്ലേ. മരണം ആപത്തൊക്കെ പിന്നെ സ്വാഭാവികമാണ്, നമ്മളറിയിക്കണ്ടേ. അല്ലെങ്കിൽ അവിടെ എത്തിക്കാണെന്ന് വെച്ചാൽ നമ്മളിരിക്കും, ഇവിടെ ഉണ്ടാവുന്ന അവർ വയ്ക്കും, അറിയുന്ന 2-3 ദിവസം കഴിച്ചിട്ടായിരിക്കും. അത് ചെയ്യണം. ഇത് എൻ്റെ അനുഭവം പറഞ്ഞാൽ, എൻ്റെ മരുമകൻ്റെ ഹൗസിംഗ് ബോർഡിൽ ലോൺ തീർക്കാൻ വേണ്ടി ഫൈനൽ 1 ടൈം സെറ്റിൽമെൻറ്റ് ആണ് തൃശ്ശൂർ ഹൗസിംഗ് ബോർഡിൽ ഒരു 5 ലക്ഷം രൂപ എൻ്റെ പേരിലേക്ക് അയച്ചത്. എറണാകുളത്ത് ബാങ്കിൽ, MGO ബാങ്കിൽ. ഈ 5 ലക്ഷം രൂപ ഞാൻ എടുക്കാൻ വേണ്ടി അവിടെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവിടെ ഡ്രാഫ്റ്റ് ലോക്കൽ ബ്രാഞ്ച് കിട്ടില്ല, ഇവിടുത്തെ കാശായിട്ട് പോകുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ കാശായിട്ട് പോകണം. അപ്പോൾ ഞാൻ കാശ് വാങ്ങിച്ച് അവിടെ ഇരുന്നപ്പോഴത്തെ 1 മണിക്കൂർ താമസം തന്നെ കാശിനായിട്ട് എന്തോ കാരണം പറഞ്ഞ് ഞാൻ ഇരുത്തി. എനിക്ക് എൻ്റെ പക്കൽ അപാകതയുണ്ട്. കാരണം ഞാനൊരു മാധ്യമ പേപ്പറിൽ ചുരുട്ടി ഒരു പ്ലാസ്റ്റിക് കൂളാണ് ഈ 5 ലക്ഷം കൊണ്ടുവന്നത്. ഇവിടെ സൂപ്പർ ഫാസ്റ്റിൽ പോകണം. എൻ്റെ പുറകെ അപ്പോൾ ഒരു ജെന്റിൽമാൻ ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിക്കുക, നമുക്ക് പ്രതീക്ഷയില്ല. തൃശ്ശൂർ പ്രൈവറ്റ് സ്റ്റാൻഡ് ചെയ്തപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് അവനെ കണ്ടുകൂടി 2 പേര് അവിടുത്തെ കയറി. 2 പേര് കയറിയിട്ട് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് ഞാൻ ബാക്കിൽ വന്നപ്പോൾ എൻ്റെ കക്ഷത്തിൽ നിന്ന് ഇടുക്കി പിടിച്ചേക്കാണ്. അപ്പോൾ 2 രൂപയായിട്ട് ബാലൻസ് ആയിട്ട് അത് ആ ഡ്രൈവർ അറിഞ്ഞാണോ അറിയാമെന്നറിയില്ല, താഴെ ഇട്ട് ഞാൻ കുനിഞ്ഞെടുത്തപ്പോഴേക്കും എൻ്റെ കക്ഷത്തിലെ വലിപ്പം കുറഞ്ഞു. ആ നിമിഷം കൊണ്ട് 50,000 കെട്ടെടുത്തു. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 പേര് വണ്ടിയിൽ ബാക്കിയെല്ലാം അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിപ്പോയി.
ഞാൻ കമ്പ പിന്നെ ഇറങ്ങുന്ന കമ്പിയിൽ വട്ടം പിടിച്ചിട്ട് ഓട്ടോമേക്കട്ട് ഇംഗ്ലീഷോട് പറഞ്ഞു. പക്ഷേ എനിക്കെല്ലാം അറിയാം എന്ന് കാശ് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഓൻ കെട്ട് താഴെ ഇട്ട് 50,000 ഒരു കെട്ടാണ്, ബാക്കി എൻ്റെ ബാഗിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഓരോരാണ് ഇനിയും കിട്ടാനുണ്ട്. അപ്പം പറഞ്ഞ് അതിൽ നിന്ന് 50,000 കെട്ടിന്ന് ചുരുട്ടി ഓരെടുത്ത് അന്നൊക്കെ സ്റ്റാപ്പിൾ ചെയ്യുന്നുണ്ട്, ഇന്നലെ സ്റ്റാപ്പിൾ ചെയ്യാത്തുള്ളൂ. ഇത് പറഞ്ഞ് 7 വർഷം മുമ്പാണ്. ആദ്യം കൂടി താഴെ ഇട്ട് അതും കിട്ടി. എനിക്ക് സംശയമില്ലാന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് നിലവിളിക്കാൻ തുടങ്ങി, സാറേ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പ്രഷർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന്. അതുകൊണ്ട് നേരെ ഹൗസിംഗ് ബോർഡിൽ ഒരു 2 കിലോമീറ്റർ അപ്പുറം ഹൗസിംഗ് ബോർഡിൽ ചെന്ന് സെക്കൻഡ് ഫ്ലോറിൽ എണ്ണിപ്പോൾ കംപ്ലീറ്റ് എമൗണ്ട് ഉണ്ട്. ഒരു 500 പോലും പോയില്ല. ആ സമയത്ത് ആ പൈസ നഷ്ടപ്പെട്ടാൽ ഇപ്പം എൻ്റെ കുടുംബമായതുകൊണ്ട് എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാനത് മിസ്യൂസ് ചെയ്യില്ല. ഞാൻ വെള്ളടിക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് പോകില്ല അറിയാം. മറ്റാരെങ്കിലാണെങ്കിൽ അവൻ ചെയ്താന്ന് വയ്ക്കും, അങ്ങനെ വരെ സംഭവിക്കാം. അപ്പം അങ്ങനെ പണം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ തികച്ചും കൃത്യമായിട്ട് പോകണം. ഇതാണ് പ്രത്യേകം പറയുന്നത്. നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര സീനിയർ കോൺഗ്രസ് ലീഡറാണ്. മന്ത്രിയായി, മുഖ്യമന്ത്രി ബാക്കി എല്ലാ പോസ്റ്റായിട്ട്, പ്രധാനമന്ത്രി ആയിട്ടില്ല, മുഖ്യമന്ത്രി ആയിട്ടില്ല, കേന്ദ്രമന്ത്രി ആയിട്ടില്ല എന്നുള്ളത് അത്ര പോസ്റ്റിൽ ആള്. ഇന്നലെ നമ്മുടെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ, ഈ മുഹമ്മദ് ആരിഫ് ഖാൻ ഞാനായിട്ട് ചില ബന്ധമുണ്ട്. എന്താ ബന്ധം അറിയുമോ? ഞാൻ ബഹുജൻ സമാജിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ വെച്ച പല യോഗങ്ങളിൽ പങ്കെടുത്താൽ. പക്ഷെ ഇത് ഞാൻ ഇതുവരെയും ഡൽഹി ട്രിവാൻഡ്രത്ത് നിന്ന് കാണാനോ അല്ലെങ്കിൽ ഒരു കാര്യം സാഹചര്യം ഞാൻ പോയിട്ടില്ല. അത് 2-3 കാരണങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യാത്രയപ്പൻ്റെ വേളയിൽ ഈ രാധാകൃഷ്ണൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് അദ്ദേഹം വാനോളം പുകഴ്ത്തിയാണ്. 5 വർഷം നല്ല ആളാണ്, ഇനി ഒരു 5 വർഷത്തിനുള്ളിൽ നിൽക്കട്ടെ, അങ്ങനെയൊക്കെ. എൻ്റെ പൊന്ന് രാധാകൃഷ്ണൻജി, നിങ്ങളുടെ മേഖല, നിങ്ങളുടെ മണ്ഡലത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച സവർണർ മാത്രമല്ല, ഹിന്ദുക്കളും മാത്രം, കുറച്ച് ക്രിസ്ത്യാനികളും വയ്ക്കും, സമ്മതിച്ചു. പക്ഷെ 140 സീറ്റിലും ഒരു 71 സീറ്റിൽ ജയിച്ചാലേ ഭരിക്കാൻ പറ്റുള്ളൂ. ഹരിപ്പാടുന്ന് പിന്നെ ഇദ്ദേഹം ജയിക്കും, നിങ്ങൾ അവിടെ വന്ന് ജയിക്കും. നിങ്ങൾ 2 പേര് ജയിച്ചാൽ മതിയോ? 171 പേര് ജയിക്കണ്ടേ? അപ്പം നിങ്ങൾ പാർട്ടിയെ കൂടി നോക്കണം. നിങ്ങളുടെ നിലനിൽപ്പാത്ത നിങ്ങളിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ സവർണ വിഭാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആർ എസ് കുറിച്ചൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പുകഴ്ത്തുമ്പോഴേ അത് സൈഡ് എഫക്റ്റ്, പാർശ്വഫലമുണ്ട് സാർ. ആ പാർശ്വഫലം എന്താണ്? മറ്റ് സ്ഥലങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ നിങ്ങളെ ഉള്ളിൽ ഇപ്പം എന്താ മനസ്സിലാക്കണ്ടേ? അതാണ് ആന്റണി പറഞ്ഞത്. എന്തൊക്കെ പകൽ കോൺഗ്രസ്, രാത്രി ആർ എസ് വന്നു. എത്ര കറക്റ്റാണത്. ഇപ്പം ഗോപിനാഥൻ പോയി എന്ത് ചെയ്തു? ഇപ്പം ഇന്നലെ BJP ഓത്തിപ്പോയി. ഇതേ വേണ്ടപ്പാട് നമ്മുടെ എഴുത്തുകാരൻ, സാഹിത്യകാരൻ മോഹൻ വർമ്മ, അദ്ദേഹം BJP ചേർന്നു. അങ്ങനെ എവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പറയും ഞാൻ BJP ചേർന്നുകൊണ്ടിരിക്കുന്നു, ചേരാൻ പോകുന്നുള്ളതാണ്. ചേർന്നുകൊണ്ടിരിക്കുന്നു, ചേരാൻ പോകുന്നു. എന്നിട്ട് ഭരണം കിട്ടുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെ കാലഘട്ടത്തിന് ആവശ്യം നോക്കുക. അപ്പോൾ സുധാകരൻ സാർ, നിങ്ങൾക്ക് കോൺഗ്രസ് നേതാവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പഴയ മുൻകാല കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് സീനിയർ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ പോലും, വടക്കേന്ത്യയിലുണ്ടല്ലോ, മധ്യപ്രദേശിലും ഗുജറാത്ത് രാജസ്ഥാനിൽ നമ്മൾ കണ്ടല്ലേ, പോലും RSSന്റെ ഏത് നിലക്ക് നിർത്തുക, അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് മനസ്സിലാകുന്നില്ല. മനസ്സിലാകത്തോണ്ടാണല്ല, അവരത് ഗൗരവം മനസ്സിലാക്കത്തോടല്ല, കുറ്റം കരുതി കൂടി ചെയ്യുന്നില്ല. അതൊന്നും ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ അവസാനം വന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യും, നമ്മുടെ അൻവറുടെ പരാതിയിൽ ഇപ്പോൾ കഥ തിരിച്ചു വരാൻ പോവാണ്. എന്താ തിരിച്ചു വരുന്നത്? പരാതിപ്പെട്ട ആളെ അയാളെ അകത്താക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഷോൺ ജോർജ്, പി സി തോമസ് എന്താ അറിയാമല്ലോ നമ്മൾ, പി സി ജോർജൻ്റെ മകൻ ഷോൺ തോമസ് ഇപ്പോൾ IG കൊടുത്തു. പിന്നെ ഇപ്പോൾ കോടതി പോകുന്നൊക്കെ പറയുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? പിണറായി സഖാവിനോട് പറയാറുള്ളത്, സഖാവെ നിങ്ങൾ ഈ രാജിവെച്ച് വീട്ടിൽ പോയി ഇരിക്കണമെന്ന് പറഞ്ഞാൽ, ഇന്ന് കേരള ജനതയല്ല ബഹുഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത് നിങ്ങൾ പാർട്ടി തന്നെ രാജിവെച്ച് വീട്ടിൽ പോയി കിടപ്പോൾ ഉള്ള സ്വത്തൊക്കെ സുഖമായി ജീവിക്കുന്ന. അത് സുഖമില്ല, അസുഖമായി, പ്രായമായി, പല പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിക്കാൻ നിങ്ങൾ പിന്നെ ഒരു കേസും ഉണ്ടാവില്ല, ഒരു ലാബിലും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ അധികാരത്തിൽ ഇരിക്കും മാത്രമേ ഈ കേസൊക്കെ വരുന്നത്. അധികാരത്തിൽ പോയി നിങ്ങൾക്ക് ആർക്ക് വേണം, നിങ്ങളിൽ ആർക്കണം, ഒരു കേസും ഉണ്ടാവില്ല. അപ്പം അതൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ഇനി പ്രസ്ഥാനത്തെ നശിപ്പിച്ച് കളയാതെ നിങ്ങൾ രാജിവെച്ച് നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിച്ച് പോകുക. അതോടെ കേരളം രക്ഷപ്പെടും, പാർട്ടി രക്ഷപ്പെടും, ഇവിടെ എല്ലാ ക്രമസമാധാനം ഒക്കെ ശരിയാവും. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് തികച്ചും അറിഞ്ഞോ അറിയാതെയോ ഭയപ്പെട്ടാണോ നിങ്ങൾ സംഘപരിവാറിന് കുഴിലൂതുകയാണ്.
അതാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ അറിയാതെ ചെയ്യുന്നതാണോ അറിഞ്ഞു ചെയ്യുന്നതല്ല, അത് നിങ്ങൾ ആക്കിയെടുത്താൽ ഒരു പക്ഷേ ആക്കിയെടുത്തായിരിക്കും ലാവ്ലിൻ കേസിൽ. അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ മിടുക്കനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളെ വിദേശ വ്യക്തികൾ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് നശിപ്പിക്കാൻ വേണ്ടി ലാവലിനും ഉണ്ടായതും അത് നിങ്ങൾ പാരിതോഷ്യം പോലെ തന്നു നിങ്ങൾ സ്വീകരിച്ചൊക്കെ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, സാധാരണക്കാരാണ്. അപ്പോൾ പണം കാണുമ്പോൾ വീഴുന്നാണ് പണ്ട് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ പോലെ വീഴുപോലും. ഏതായാലും നിങ്ങൾ അത് ഭാരമായിരിക്കും. ലാവലിൻ കേസ് 39 പ്രാവശ്യമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കോടതിക്ക് നാണാവൂല്ലേ, കേന്ദ്രത്തിന് നാണാവൂല്ലേ, സ്റ്റേറ്റിന് നാണാവൂല്ലേ? ഒരു കേസൊക്കെ 39 പ്രാവശ്യം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നീതി? വൈകി ഉദിക്കുന്ന ബുദ്ധി മണ്ടത്തിന് തുല്യമാണ്. അത് വൈകി ലഭിക്കുന്ന നീതിയുടെ തുല്യമാണ്. ഇതൊക്കെ ലോക തത്വമാണ്, വേൾഡ് ഫിലോസഫിയെ പറഞ്ഞത്. ഇത് 39 വർഷമായിട്ട് ഒന്നുകിൽ അയാൾ തൂക്കിക്കൊല്ലാലും ശിക്ഷിക്കുക. അപ്പം മദ്രി സാഹിബിനെ കൊണ്ട് എത്ര വർഷം ഇട്ട് വിചാരം കൂടാതെ ഇപ്പം തീരാ പ്രശ്നമായി. ഇതൊക്കെ ഒരു കോടതിക്ക് ഒരു ഗവൺമെൻറ്റിനോ പറ്റിയതാണോ? തെറ്റിയിട്ടിന് വിചാരം നടത്തി ശിക്ഷിക്കണം. തൂക്കിക്കൊല്ലണം. വെറുതെ വിടുന്നവന് വെറുതെ വിടണം. ഇത് വിട്ടോ മദ്രി സാഹിബ്. ഞാൻ മദ്രിയുടെ മദ്രി സാഹിബായിട്ട് ബന്ധമുള്ള ആളൊന്നുമില്ല. ഞാൻ ഇതിൽ പുള്ളി കാണാൻ പോയിട്ടില്ല. പക്ഷേ എനിക്ക് പുള്ളിയുടെ പോക്കൊന്നും ക്ലിയർ ആയില്ല. ഇന്നിപ്പോൾ ആവശ്യമായി. പക്ഷേ ന്യായം വേണ്ടേ? അത് 10-20 വർഷക്കാലം ജയിലിലിട്ട് പിന്നെ ഒരു 10 വർഷം കൂടി ഇട്ടിട്ട് എന്ത് കാരണം, അത് എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ട് കുറ്റവിചാരണ നടത്തി ശിക്ഷ കൊടുക്കണ്ടേ? ഒരൊറ്റ കാര്യം പറയാം, അദ്ദേഹത്തിൻ്റെ പേരിൽ വന്ന ഒരു ആരോപണം ഈ കൂർഗ് കൊടകിൽ വച്ച് എന്തോ ഗൂഢാലോചന നടത്തിയല്ലേ. അന്നൊക്കെ മോദി സാഹിബ് 2 പോലീസുകാരുടെ സപ്പോർട്ടായത് സംരക്ഷണയിലാണ്. ആ 2 പോലീസ് സംരക്ഷണമായിട്ട് അയാൾ നോക്കിയപ്പോരെ എന്തെന്തൊക്കെ അതൊന്നും നോക്കാതെ അപ്പോൾ അദ്ദേഹത്തെ തകർക്കണം, അല്ലെങ്കിൽ യൗവനം തീരുന്നവരെ, ജീവൻ വെടിയുന്നവരും ജയിലിലിടണം എന്നുള്ള പ്രതീക്ഷ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹം ഇല്ലാതെ പോയി. ഇത് വേറെ കാര്യം. അപ്പം അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുറ്റം ചെയ്തൊരു ശിക്ഷയ്ക്ക് കുഴപ്പമില്ല. അപ്പോൾ ലാവ്ലിൻ കേസിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ തന്നെ പിണറായി സഖാവ് അങ്ങ് ബഹുമാനത്തോടും റെസ്പെക്റ്റ് ആദരവോടി പറയണം. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ തന്നെ മാറ്. നിങ്ങൾ 75-80 വയസ്സാകുമ്പോൾ രോഗിയെ കണ്ടല്ലറിയാലോ, ആവശ്യമാണ് നടക്കാനല്ലേ, വളരെ പ്രയാസപ്പെട്ട് നടക്കുന്നത്. അത് മനുഷ്യ സഹജമാണ്. അത് അദ്ദേഹം താങ്കളുടെ കുറ്റമൊന്നുമില്ല. അപ്പോൾ അൻവർ പറഞ്ഞ പോലെ ഞങ്ങൾ പോയിട്ട് പറയണം, നിങ്ങൾ ദയവ് ചെയ്ത് ഈ പാർട്ടിയിൽ നിന്ന് പോയി നിങ്ങൾ എന്ത് ചെയ്യണം, സ്വസ്ഥമായി ഇനിയുള്ള കാലം സ്വസ്ഥമായിട്ട് ടെൻഷൻ ഇല്ലാതെ പോയി ഇനി ഒരു 5-10 വർഷം കൊണ്ട് താങ്കൾ ജീവിക്കാം. പക്ഷേ ഈ നിലക്ക് പോവുകയാണെങ്കിൽ വർഷങ്ങൾ വരെ എത്തിക്കുമെന്ന് സംശയമാണ്. അത്ര പ്രശ്നങ്ങളുണ്ട് താങ്കൾക്ക്, അത്ര സങ്കീർണമാണ് മാനസികാവസ്ഥ. ആൾക്കാർ പറയും പോലെ ഒന്നുമില്ല, താങ്കൾ ശരിക്കും മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നത്. ഇനി ഞങ്ങൾക്കറിയാം, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, അറിയാം. താങ്കളുടെ വെറുപ്പോ മുഷിപ്പോ അല്ലെങ്കിൽ എതിർപ്പോ ഉണ്ടായിട്ടില്ല. സ്വന്തം ജീവനാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞാണ് മറ്റുള്ള ജീവൻ, അത് കഴിഞ്ഞാൽ നാട്. ഇനി നാട് നന്നാക്കി നിർത്തി നിങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ലീവ് എടുത്ത് സ്വസ്ഥമായിട്ട്, ഇപ്പോൾ വീട് സൗകര്യമൊക്കെ ആയില്ലോ, സ്വസ്ഥമായിട്ടൊരു 10 വർഷം സമാധാനം ജീവിക്കുക, ആ മക്കളെയും കണ്ട് നോക്കി. ഇനിയും അധികാരത്തിന് പുറകെ പോകല്ലേ. നിങ്ങൾ നാട് നശിപ്പിക്കും, നാട് നശിക്കും, നിങ്ങളും നശിക്കും, പാർട്ടിയും നശിക്കും. അങ്ങനെ വലിയ ദ്രോഹം ചെയ്യില്ലേ. അപ്പോൾ ഈ രാധാകൃഷ്ണൻജി പറയും പോലെ, പിണറായി സഖാവ് പറയും പോലെ ഇതിൻ്റെ അവസ്ഥ എന്താണ്? വളരെ മോശമായിട്ടാണ് ഇന്നത്തെ എല്ലാ രീതിയിലും പോകുന്നത്. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വം അല്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം, പണ്ട് ഒരു സിനിമയിൽ പറഞ്ഞില്ലേ, പ്രായമുള്ള ആൾ ചെറുപ്പക്കാരെ കല്യാണം കഴിച്ചു, അവൻ ടൂർ പോയപ്പോഴും വേറെ ആരോ ഒന്ന് ആക്രമിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചറിയോ, എടി നീ കിടക്കുന്ന വാതിലിൻ്റെ സാക്ഷ അകത്തതാണോ പുറത്താണോ? അകത്തുനിന്നാണ്. അങ്ങനെയെങ്കിൽ നിന്റെ സപ്പോർട്ടില്ലാതെ എങ്ങനെ ഒരാളകത്ത് വരും? ഞാൻ അതൊന്നും മിണ്ടുന്നില്ല, ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ വിട്ടുകൊടുത്ത പോലെ. മുഖ്യമന്ത്രി മാത്രമല്ല, ആഭ്യന്തരമന്ത്രി, ഹോം അഫയേഴ്സ് മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി അറിയാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ്, തിരുത്താൻ പറ്റുന്ന തെറ്റാണ്. ഇനി അദ്ദേഹം അറിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നതെങ്കിൽ അത് അതിനേക്കാൾ തെറ്റാണ്. അപ്പോൾ ഏത് നിലത്ത് നോക്കിയാലും തെറ്റാണ്. ഞാൻ ഒരിക്കലും നമ്മുടെ PT റഹീം സാർ, ഞാൻ പേരെടുത്ത് പറയാം, ആൾ നല്ലവരാണ്, കുഴപ്പക്കാരൻ, എൻ്റെ ഒരു വളരെ സുഹൃത്താണ്. അദ്ദേഹത്തെ പാർട്ടിയുടെ ഞാൻ സീനിയർ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം പ്രസിഡന്റാണ്. അന്ന് നിൽക്കുമ്പോഴേ ഒരു പരിപാടിയുടെ കാര്യം സംസാരിക്കും, ഞാൻ വിളിച്ചു, പേരെടുത്ത് പറയാണ് സാറിയുന്നത്. അപ്പോൾ ഞാൻ അസംബ്ലിയിലാണ്, തിരക്കാണ്, പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് വിളിച്ച ദിവസങ്ങൾ വിളിച്ചില്ല. അവിടെ എന്താ സംഭവിക്കുന്നതോ, അത് മറന്നു പോയിട്ടാണ് വിളിക്കാതെ ഇരുന്നെങ്കിൽ അത് തെറ്റ് തന്നെ. ഇനി ഓർത്തിട്ടും വിളിച്ചില്ലെങ്കിൽ അത് തെറ്റില്ല. അപ്പോൾ ഏത് നിലക്കും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പോകുന്നു, അദ്ദേഹത്തോട് പറഞ്ഞറിയോ, നിങ്ങൾ ചെയ്ത് തെറ്റാണ് സാർ,
രണ്ട് നിലക്കൽ നിങ്ങൾ അറിയാതെ പോയതാണെങ്കിലും അറിഞ്ഞിട്ട് വിളിക്കുക, രണ്ട് തെറ്റാണ് പോലെ. പിണറായി സഖാവ് ഇത് അറിയാതെയാണ് ചെയ്യുന്നെങ്കിൽ അത് അക്ഷന്തിയം തെറ്റാണ്. മുഖ്യമന്ത്രി കസേരക്കോ ആഭ്യന്തര കസേരക്കോ ഇരിക്കാൻ അർഹനല്ല, അൺഫിറ്റാണ്. അതോ അറിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അത് പാർട്ടിയും രാജ്യത്തെ ഒറ്റുകൊടുക്കത്തില്ലാവും. അപ്പോൾ ഇത് രണ്ടു കൊണ്ടും തെറ്റാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതെങ്കിലും ജനകീയ നേതാവോ രാജ്യസ്നേഹികളോ അല്ലെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാക്കുന്ന സഖാക്കളുണ്ടെങ്കിൽ സഖാക്കളെ നിങ്ങൾ ആത്മാഭിമാനം പണയപ്പെടുത്താതെ നട്ടെല്ല് നിവർത്തിന്നുകൊണ്ട് പറയണം, പോരാടണം ഈ അനീതിക്കെതിരെ. ഇത് സഖാവിൻ്റെ പാർട്ടി ഭരണം മതി, സഖാവ് ലീവെടുത്ത് വീട്ടിലിരിക്കൂ എന്ന് നിങ്ങൾ പറയാനുള്ള സാഹചര്യം വരുന്നുണ്ട്. കാരണം സംസ്ഥാന മേഖല സമ്മേളനങ്ങളും പിന്നെ ബ്രാഞ്ച് സമ്മേളനം നടക്കുകയാണ്. മറ്റേതൊരു പാർട്ടികൾ ശക്തമാണ് ഇന്നും കേരളത്തിൽ, മാർക്സിസ്റ്റ് CPIM. അതുകൊണ്ട് എന്നിട്ട് 45 മറ്റു ശാഖകളും 10 അങ്ങനെ ഒരുപാട് ഇതാണ്. അതിലെല്ലാം ഉയർന്നു വരികയും ചെയ്യും. അപ്പോഴും അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തല്ല, രോഗിയാണ്. അപ്പോൾ മാനസികമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യമായിട്ടൊക്കെ ചിന്തയൊക്കെ പോയിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, രാജ്യസ്നേഹം ഓർത്ത്, പാർട്ടി സ്നേഹം ഓർത്ത്, ജനങ്ങളുടെ സ്നേഹം ഓർത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ല സ്വരം നന്നായിപ്പോൾ കളി നിർത്താറേ പോലെ വീട്ടിൽ പോയി സ്വസ്ഥമായിട്ടിരിക്കണം. പക്ഷേ എത്ര കാലം സ്വസ്ഥമായിട്ടിരുന്നു? വെറും മീൻകറിയും പിന്നെ മുട്ടക്കറിയും ഒക്കെ കഴിച്ച് വളരെ വർഷം ഇരുന്നില്ലേ? അങ്ങനെയൊക്കെ അതിൻ്റെ പ്രായമാണെന്നേ. രോഗിയാണ്, രണ്ട് കാര്യമുണ്ട്, രോഗിയാണ്, പ്രായമായി. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് സ്വസ്ഥ ജീവിതം നയിക്കുക സാർ. കാണുന്ന കേൾക്കുന്ന മുഴുവനും അരാജകത്വമാണ്, തെറ്റാണ്. പിന്നെ ഒരു രാജ്യത്ത് നടക്കാൻ പറ്റിയതല്ല. അതിലൊന്നും ഇനി തിരിച്ചു പോകാനോ അതൊന്നും ഡെവലപ്പ് എടുക്കാൻ താങ്കൾക്ക് പറ്റില്ല. കാരണം താങ്കൾക്ക് ഇനി ശശിയെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അജിത് കുമാറിനെ മാറ്റി വേറെ വയ്ക്കാനൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അജിത് കുമാർ നിൽക്കും, ശശി അവിടെ നിൽക്കും, വീണ്ടും നാണക്കേടാവും, ഭരണം പോകും, അടുത്ത ഭൂഷ ഭരണം, അടുത്ത ഭരണം പോകും, പാർട്ടി നശിക്കും, മറ്റ് ചില അധികാര ശക്തികൾ വരും. അതൊന്നും അത്ര ക്ലിയർ അല്ല രാജ്യത്തിനല്ല. ഇപ്പോൾ അൻവർ പറഞ്ഞ ഒരു സംഭവം, പേര് അൻവർ ആയതുകൊണ്ട് പറയുകയാണ് ആ സംഭവം, ഇപ്പോൾ അത് കമ്മ്യൂണലായി തിരിച്ചാണ് ഒരു വിഭാഗം, പ്രത്യേകിച്ച് സംഘപരിവാരൊക്കെ. അത് മലബാർ സമ്മേളനം, മലബാർ കലാപം. ഇത് പണ്ട് അതുപോലെ ഇന്നൊരു മഹാൻ ശരിക്കും സംഘപരിവാറിൻ്റെ പിന്നെ നേരിട്ടല്ല അനുമതി ഒരു ചർച്ച, അതൊരു മലബാർ കലാപമാണ്, മലബാർ വിപ്ലവം. കലാപം പറയില്ല, ഒരിക്കൽ വന്നവർ മലബാർ വിപ്ലവമാണ്. അതിന് 3-4 മുസ്ലിം നാമധാരികളുടെ പേരും പറയുന്നു. അപ്പം ഇതൊക്കെ തിരിച്ചു വിടുന്നത് മുസ്ലിം ലീഗുകാരും UDFകാരും മനസ്സിലാക്കാനാണ്. സംഘപരിവാറിന് ചില ഒളി അജണ്ടയുണ്ട്. ആ അജണ്ട മലബാർ മുസ്ലിങ്ങളായിട്ട് നേരിട്ട് പിടുത്തത്തിൽ തയ്യാറിക്കുക. ആ പിടുത്തത്തിൽ ലീഗ് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര ഈസി ആയിട്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അൻവറെ ശ്രദ്ധിക്കണം. അൻവറിൻ്റെ ഒക്കെ അധികാര പരിധിക്ക് അപ്പുറം. കാരണം കേന്ദ്രം ഭരിക്കുന്നത് ഇന്നും സംഘപരിവാർ ആണെന്ന് മാത്രമല്ല, വളരെ പിന്നെ മുസ്ലിം വിരോധികളാണ്. അതെന്താ കാര്യം അറിയുമോ? ഇപ്പോൾ കാണാൻ പശുവിനെ തല്ലിക്കൊന്ന കേസിൽ ആ സ്ത്രീ പറഞ്ഞത് അത് മുസ്ലിങ്ങളാണെന്ന് വിചാരിച്ചാൽ അത് കൊന്നത് എന്ന് പറയും. അപ്പോൾ ആ മരിച്ച സ്ത്രീ പയ്യൻ്റെ അമ്മ ഹിന്ദു സ്ത്രീ, ബ്രാഹ്മൺ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ മനുഷ്യരല്ലേ എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ മുസ്ലിങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റി നിർത്തുകയാണ്. അതിൽ ഇപ്പോൾ ആസാമിൽ കണ്ടില്ലേ 10-27 പേരെ ഇതിന് പൗരത്വം ഇല്ലാതെ ഇപ്പോൾ മറ്റേ ക്യാമ്പിൽ പോകണം. അത് കേരളത്തിൽ കളമേശ്വരത്തിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ BJPയുടെ സുരേന്ദ്രൻ സഖാ പറഞ്ഞല്ലോ കൊല്ലത്തൊരെണ്ണം ഈ പുള്ളി പണിതിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെയൊക്കെ എല്ലാം കൊണ്ട് നോക്കും ഒരു അരക്ഷിതാവസ്ഥയിലേക്കാണ് ലോകം തന്നെ പോകുന്നത്. അതെന്താ ഞാൻ നാളത്തെ വിജയം പറയാം. അതായത് ഇസ്രായേലിൻ്റെ ഗ്രേറ്റർ ഇസ്രായേൽ അതേക്കുറിച്ച് നാളെ ഇതുപോലെ 10-20 മിനിറ്റ് നിങ്ങളോട് പറയും. ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അത് അങ്ങനെ സംഘർഷത്തിൽ കൂടെ ലോകം കടന്നു പോവാണ്. അതിനിടയ്ക്ക് പ്രപഞ്ചമാണെങ്കിൽ ആകെ തകടം മറിഞ്ഞിരിക്കുന്നു, ഭൂമിയാണെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റ് പ്രവർത്തനങ്ങളും മാനസികമായിട്ട് ജനങ്ങളൊരു ഭ്രാന്ത് പിടിച്ച നിലയിലാണ്. ഇറാൻ പിന്നെ ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ ലെബനോൺ യുദ്ധമൊക്കെയല്ലോ മനുഷ്യന് ഏതാണ്ട് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ്. ആലോചിക്കുമ്പോൾ ഒരു ന്യായീകരണം സമാധാനം കിട്ടാനുള്ള ഒരു വഴിയും കാണുന്നില്ല.
ഞാനൊരു സർവ്വസ്നേഹി കൂടിയാണ് പറയാണ്. ഒരു വഴി സന്തോഷത്തിൻ്റെ ഒരു അണുമണി പോലും ലോകത്ത് നിന്ന് കാണുന്നില്ല, കേരളത്തിൽ തന്നെ. അപ്പോൾ സഖാവ് ചെയ്യേണ്ടത് ഈ പാർട്ടിയെ നശിപ്പിക്കാതെ താങ്കൾ ലീവ് എടുത്ത് സ്വയമേ പാർട്ടിയോട് നന്ദി പറഞ്ഞിട്ട് വീട്ടിൽ പോയി ഇനിയുള്ളൊരു 10 വർഷം അങ്ങ് അനങ്ങാതെ സന്തോഷമായിട്ടുള്ള ജീവിതം നയിച്ചാൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങക്ക് ആരോഗ്യസ്ഥിതി വളരെ മോശമാകും എന്നത് പറയാണ്. അപ്പം അതുകൊണ്ട് ബഹുമാന്യര്, നിങ്ങൾ മനുഷ്യത്വത്തെ ഓർത്ത് കമ്മ്യൂണിസം തകർന്നാൽ ആപത്താണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. CPM എന്ന പ്രസ്ഥാനം കേരളത്തിലെ മുൻനിരയിൽ നിന്നില്ലെങ്കിൽ കേരളത്തിൽ വരാവുന്ന അതിഭീകരമായ പ്രശ്നങ്ങൾ വരും. ഈ കോൺഗ്രസ് അത് ഇതിപ്പോൾ തിരിഞ്ഞു രാധാകൃഷ്ണൻ സാർ പറയാൻ പോലും നല്ല കാര്യങ്ങൾ. ഞാൻ വീണ്ടും പറയാണ്, പിണറായി സഖാവിനോട് സ്നേഹപൂർവ്വമാണ്. CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ തല ഉയർത്തി മുന്നിൽ തന്നെ നിന്നില്ലെങ്കിൽ കേരളം പഴയ ഭ്രാന്താലയം പോലെ ആകും. പക്ഷെ അതിനാക്കാനുള്ള ശ്രമത്തിൽ നിങ്ങൾ നിന്ന് കൊടുക്കല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താതെ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.